ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആർക്കെങ്കിലും മിസ്റ്റേക്ക് പറ്റില്ല അല്ലേ, അപ്പോൾ അത് മെയിൻ ആക്കണ്ട. അപ്പോൾ ഒരു പാന് ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. കടയിൽ നിന്ന് വാങ്ങുന്ന അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത് ഞാനിവിടെ അരിയൊക്കെ കഴുകിയിട്ട് ഉണക്കി പൊടിച്ചതാണ്, അതുകൊണ്ട് വറുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചൂടായ അരിപ്പൊടി നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിതാ നമ്മുടെ ബജ്ജി മാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. കടലമാവായാലും കുഴപ്പമില്ല. കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കറുത്ത എള്ള്, ചെറിയ ജീരകം രണ്ടും ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ബട്ടറും കൂടി ഇട്ട് കൊടുത്തു. മാവ് ചെറിയ ചൂടുള്ളതുകൊണ്ട് തന്നെ ആ ബട്ടറൊക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റായി കേട്ടോ, കൈയും കൊണ്ടൊന്ന് മിക്സ് ചെയ്തപ്പോഴത്തേനും. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. വലിയ കുഴക്കലൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സെറ്റായി വന്നാൽ മതി. അങ്ങനെ ഇതാ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കലും മസ്റ്റാണ്, വേറെ ഒന്നുമല്ല. ഈ ഒരു ഐറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ വല്ലപ്പോഴല്ലേ എടുക്കാറുള്ളൂ ഈ ഒരു അച്ചൊക്കെ. അങ്ങനെ കുറേ നേരത്തെ സെൽഫിൽ തെരച്ചിലിന് ശേഷം സംഭവം കയ്യിൽ കിട്ടി. പിന്നെ അത് നേരെ നമ്മൾ മുറുക്കുണ്ടാക്കാൻ പോവുകയാണ്. നല്ല അടിപൊളി ബട്ടർ മുറുക്കാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നല്ല തിളച്ച എണ്ണയിലോട്ടെ അങ്ങോട്ട് തലങ്ങും വിലങ്ങൊക്കെ ചെണ്ട് ചുറ്റിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ സംഭവം ഇവിടെ റെഡിയായി. ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം പതയും നൊരയൊക്കെ വരുമെങ്കിലും പിന്നീട് അതിങ്ങനെ കമ്മിയായി വന്നിട്ട് ഇതാ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ വീണ്ടും ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല മൊഞ്ചില്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടെന്നും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാട്ടോ. ഇതിൻ്റെ സൗണ്ടും ആ ക്രിസ്പിനെസ്സൊക്കെ ഒന്ന് കേട്ട് നോക്കിയാലോ.